സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപരിഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാത് ഗുരുഭവനപുരേകന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ശ്രീമൻ നാരായണീയത്തിൽ ഭഗവാന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പ്രാരംഭം അല്ലെങ്കിൽ ഉപോദ്ഘാതം പറഞ്ഞു വെച്ചു. ദേവകി ഗർഭസ്ഥനായിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാർ ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ചു. ദേവക്യ ജഡരം നിവേശിത വിഭോ സംസ്തൂയ മാനസുരേഹി. ബ്രഹ്മാവിൻ്റെ സ്തുതി വിസ്തരിച്ചിട്ട് കുറേ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു കാര്യം, മൂല പ്രകൃതിയാകുന്ന വേരോട് കൂടിയിട്ട് ജീവാത്മാവ് പരമാത്മാവ് ആകുന്നതായ രണ്ട് പക്ഷികളോട് കൂടിയിട്ട് ഉള്ളതായ സംസാര വൃക്ഷമാണ് സർവേശ്വര അങ്ങ്. ഗീതയിലത്തെ 15-ാം അധ്യായം ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം എന്ന അധ്യായത്തിലത്തെ ആദ്യത്തെ ശ്ലോകത്തിലത്തെ ചില ആശയങ്ങളൊക്കെ ഗംഭീര ഗഹനാശയങ്ങളാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സത്യപ്രദം സത്യപരം ത്രിസത്യം സത്യസ്വയോനി നിഹിതഞ്ച സത്യ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം കൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി തുടങ്ങണത്. അപ്പോൾ തുടക്കം ജ്ഞാനയോഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനെ പോയിട്ട് ബ്രഹ്മാവിന് തോന്നുകയാണ്, അല്ല ഈ അറിവ് കൊണ്ട് ഇപ്പോൾ എങ്ങനെ ഭഗവാനിലെത്താൻ പറ്റുമോ? നമ്മുടെ അറിവൊക്കെ അപൂർണ്ണല്ലേ സർവേശ്വര, ഈ അറിവൊന്നും അങ്ങേ അറിയാൻ പോരാ. അവസാനം ഭക്തിയിൽ കൊണ്ടിട്ട് സമർപ്പിക്കുകയാണ്. ധ്യാനയോഗവും കർമ്മയോഗവും ഒക്കെ കേമന്മാർ ആയിട്ടുള്ളവർ ചെയ്തോട്ടെ, നമുക്കതിനൊന്നും കഴിവില്ല. അതുകൊണ്ട് സർവേശ്വര അങ്ങയുടെ അവതാരാദി ലീലകൾ കേൾക്കുക, അങ്ങയെ ഭജിക്കുക, ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കുകയാണ് ഏറ്റവും നിഷ്കളങ്ക ഭക്തിക്ക് നല്ലത് എന്നാണ് അതിൽ പറഞ്ഞ. മത്സ്യാസ്യ കച്ചപ നൃസിംഹ വരാഹരൂപരാജന്യ വംശ. എത്ര അവതാരങ്ങൾ അങ്ങെടുത്തു, മത്സ്യമായിട്ടും കൂറുമായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയല്ലേ നല്ലത്. അതിലിപ്പോൾ വലിയ അറിവ് വേണമെന്നില്ല, ആരെങ്കിലും പറയുക, ആരെങ്കിലും കേൾക്കുക. അതുകൊണ്ട് സർവേശ്വര അറിവ് എന്ന് പറയുന്നത് അറ്റമില്ലാത്ത ഒരു സംഗതിയാണ്. അത് കൂടി ഇന്നും അങ്ങേ കാണാനായിട്ട് എത്തുക എന്ന് പറയണത് എളുപ്പമല്ല. അപ്പോൾ എളുപ്പം എന്ന് പറയണത് ഏതാണ്? ഭക്തിയോട് കൂടിയിട്ട് അങ്ങയുടെ കഥകൾ കേൾക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേവകിയെ പ്രശംസിക്കണു. ഭഗവാന്റെ അമ്മ എന്ന് പറഞ്ഞാൽ, ഒരു അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ജന്മമാണ്. അമ്മ അത്ര സ്ത്രീകൾക്കേ അമ്മയാവാൻ പറ്റുമെന്നോ. അപ്പം അത് ഭഗവാന്റെ അമ്മയായിട്ട് മാറാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യം ഉണ്ടാവണം. ഭൂമിയോടും പറഞ്ഞു, നീയേ ഈ 14 ലോകത്തിലും വെച്ച് ശ്രേഷ്ഠയാണ് ഭൂമി. ഭഗവാൻ തൻ്റെ കുഞ്ഞിക്കാല് വെച്ച് കളിച്ചത് നിന്നിലാണ്. കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതിയുടെ മൊത്തത്തിലുള്ള ആശയം. വളരെയധികം ഉണ്ട്, നല്ലൊരു സ്തുതിയാണ്. ഈ ഭഗവാന്റെ ആ അവതാരം വലിയ ഒരു ശ്ലോകം. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. മതസർവഗുണോപേതക്കാല പരമശോഭന എരിഹേ വാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം എന്ന് പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം തുടങ്ങുക. എല്ലാ ഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയിൽ എങ്ങനെയായാൽ ഉത്തമാവും. ഇതിലധികം ഉത്തമമായിട്ടൊരു ജാതകമില്ല ഭഗവാന്റെ ജാതകം പോലെ. എല്ലാവരും വന്നിട്ടല്ലേ ജാതകം നോക്കുക, ജനിച്ചിട്ട് ജാതകം നോക്കി തലക്കുറി ഉണ്ടാക്കുക. അങ്ങനെ ഇവിടെ അങ്ങനെയല്ല. ജാതകം ഉണ്ടാക്കിയോ വല്ലവരും ഗർഗം പറഞ്ഞൊക്കെ പിന്നേനെയാണെങ്കിലും അതിനു മുമ്പേ ഈ ജാതകത്തിനെ ക്രമീകരിച്ചിരിക്കണു ഭഗവാൻ. ആർക്കും പറ്റാത്ത കാര്യമല്ല ജാതകത്തിനെ ക്രമീകരിക്കുക. എങ്ങനെയത്? ഏതേത് ഗ്രഹങ്ങൾ ഏതേത് നിലയ്ക്ക് 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ എന്നാണ് രാമൻ്റെ അവതാരത്തിലോട്ട് അത് പറയുക. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ എന്ന് പറഞ്ഞുകൊണ്ട് ചമ്പൂരാമായണത്തിൽ രാമൻ്റെ അവതാരം പറയും. 5 ഗ്രഹം ഉച്ചത്തിലാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഉച്ചത്തിൻ്റെ ഒരവസ്ഥ. അതിലധികം കേമാവാൻ പറ്റില്ല സാധാരണ നിലയ്ക്കെന്നാണ്. അപ്പം 5 ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹസ്ഥിതിയൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു ഗ്രഹസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ആവിരാസീതദാ പ്രാച്യാം ദിശേന്ദുരിവ പുഷ്കല. അർദ്ധരാത്രിയിൽ ചന്ദ്രൻ ഉദിച്ചാൽ
എത്ര തേജസ് ഉണ്ടാവും, അതേപോലെ കിഴക്ക് വശത്ത് ചന്ദ്രൻ ഉദിച്ചതുപോലെ എന്ന ഉപമയാണ്. അതേപോലെ തേജസ്സോട് കൂടിയിട്ട് ക്ലേശാപകത്രിജഗതാം ത്വമികാവിരാസി, എല്ലാവരുടെ ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ അവതാരത്തോടു കൂടിയിട്ട് തന്നെ എല്ലാവരുടെ ദുഃഖവും തീർന്നു എന്നാണ്. പിന്നെ പ്രവൃത്തികളെ കൊണ്ട് ഇനി പറയാനുണ്ടോ? ഭഗവാന്റെ തിരോധാനത്തിലാണ് കലിയുഗം ഉണ്ടായത്, എല്ലാവർക്കും ദുഃഖം തുടങ്ങി അല്ലേ? അപ്പോൾ ഭഗവാൻ വന്നാൽ എല്ലാവരുടെ ദുഃഖവും തീരും വേണ്ടേ? എല്ലാവരുടെ ദുഃഖവും ഭഗവാന്റെ വരവോടുകൂടി തന്നെ തീർന്ന എല്ലാവർക്കും ആനന്ദകരമായിട്ടുള്ളൊരവസ്ഥ. ഇനി എന്തായാലും ഭഗവാൻ പോകുന്നവരാർക്കും ഒന്നും പേടിക്കാനില്ല. അതിനെ വർണ്ണിക്കുകയാണ്. ആനന്ദരൂപ ഭഗവൻ നൈദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണേ കാന്തി വ്രജേരി വകനാഗനമണ്ഡലേത്യാം ആവൃണ്ണതി വിരുജേ കില വർഷവേലാം. അതാണ് അല്ലയോ ആനന്ദരൂപ. സാന്ദ്രാനന്ദത്തിൽ തുടങ്ങി ആ സാന്ദ്രാനന്ദ തനോ എന്നതിന് തൊട്ട് മുമ്പത്തെ ദശകം തുടങ്ങി. അപ്പോൾ ഇവിടെ ആനന്ദരൂപാന്ന് തുടങ്ങി. ഈ നാരായണീയ അവസാനിക്കുക എങ്ങനെയെന്ന് ചോദിച്ചാൽ പരമാനന്ദ സന്തോഹലക്ഷ്മിയും. ഇപ്പോൾ ആനന്ദത്തിൽ തുടങ്ങി ആനന്ദത്തിൽ കൂടെ പോയി ആനന്ദത്തിൽ അവസാനിക്കലാണ് ഭക്തിയോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിലെവിടെയും ക്ലേശമോ ദുഃഖമോ ഇല്ല. ഭാഗവതം തന്നെ അങ്ങനെയാണ്. പക്ഷേ ഭാഗവതത്തിൽ ചില ഭാഗമൊക്കെ കുറച്ച് ഗഹനമാണ്. ഇവിടെ അതും കൂടി ഒഴിവാക്കിയിരിക്കുന്നു. ഗഹനമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ള ഭാഗമൊക്കെ ഒഴിവാക്കി എല്ലാവർക്കും സുഗമമായിട്ട് ആസ്വദിക്കത്തക്ക വിധത്തിൽ ആ വേണ്ട ഭാഗം മാത്രം എടുത്ത് സംഗ്രഹിച്ചതാണ് നാരായണീയം. അതാണ് നാരായണീയത്തിന് ഇത്രയധികം ജനസമ്മതി കിട്ടാൻ കാരണം. ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കണോ ഇല്ലേ? ഭാഗവതോ നാരായണീയോ മീതെ എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒരു മീതെ ഒരു സ്റ്റെപ്പ് മീതെ ഏതാ ചോദിച്ചാൽ നാരായണീയാണ് പ്രചാരത്തിലെന്ന് പറയേണ്ടി. മഹാത്മ്യത്തിലല്ല കേട്ടോ. മഹാത്മ്യത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പാടില്ല, ഒന്നൊന്നിന് മീതെ നിൽക്കണതാണ്. പക്ഷെ പ്രചാരത്തിൽ ഒരു പക്ഷേ നാരായണീയാവും കൂടുതൽ എന്നാണ്. എവിടെ ഇപ്പം നാരായണീയ സമിതി ഇല്ലാത്ത? അതിൻ്റെ എന്താ കാരണം ചോദിച്ചാൽ ഇത്രയധികം എളുപ്പത്തിൽ ഒരു സങ്കീർണതകളും ഇല്ലാതെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒഴിവാക്കി സുഖമായിട്ട് ആസ്വദിക്കാവുന്ന പദങ്ങളും ആശയങ്ങളും ചേർത്ത് ഭംഗിയായിട്ട് ലാളിത്യവൽക്കരിച്ചിരിക്കണം. അതാണ് ആനന്ദരൂപ ഭഗവൻ ഐതേവതാരേ. ആർക്കാ മനസ്സിലാവാത്ത അല്ലേ? അങ്ങയുടെ അവതാരം ഉണ്ടായ സമയത്ത് അല്ലയോ സർവേശ്വര പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണൈ. ഭവതംഗ നിരീയമാണൈ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സോ എന്ന് തോന്നുമാറ് അവിടെയും ഉപമയാണ്. മേഘങ്ങൾ ആകാശത്തുണ്ടായിരുന്നു. ചെറിയ മേഘാവൃതമായിട്ടുള്ള അവസ്ഥ, ചെറുമഴ, ഇതൊക്കെ ഇപ്പോൾ ശുഭലക്ഷണമാണെന്നാണ്. നല്ല ലക്ഷണങ്ങൾ ഒത്ത സമയത്ത് ഇങ്ങനെയുള്ള മഴയുണ്ടാവും. ആ കലശലായിട്ട് ഇടിവെട്ടി മഴ പെയ്ത് ജനങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുമോ? അതുണ്ടാവില്ല. കാന്തി പ്രജേരി വകനാകനമണ്ഡലേത്യാം. നല്ല ഭംഗിയുള്ളതായിട്ടുള്ള മേഘങ്ങളെ കൊണ്ട് ആകാശം മൂടുക. കാരണം നമ്മുടെ രാജ്യത്ത് ഈ വെയിൽ ഒരു അസ്വസ്ഥത തന്നെയല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ആ വെയിൽ എന്നിട്ട് പറഞ്ഞാൽ വല്ലാത്ത വെയിൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഒന്നിങ്ങനെ മറയ്ക്കുക, ആ വെയിലിനെ ഒന്നിങ്ങനെ മറച്ചിട്ടൊരു തണലേകണ രീതിയിലൊരു തണുപ്പാണ് ചെറുതായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് അത്രേ ഈ ഇന്ത്യയിൽ നമ്മുടെ ഭാരതത്തിലുള്ള പൊതുവെയുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരവസ്ഥ. കാരണം ഈ ചുട്ട വെയിൽ ആർക്കും ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാന്തി പ്രജൈരിവ, എല്ലാവരുടെ മനസ്സിനും ആനന്ദം ജനിപ്പിക്കുന്ന വിധത്തിൽ വെയിലൊന്നുമില്ലാതെ അതിനെയൊക്കെ മറച്ച് ഭംഗിയുള്ള മേഘങ്ങൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഘനാഘനമണ്ഡലേത്യാം, കാർമേഘങ്ങളെ കൊണ്ട് ആകാശം ആവരണം ചെയ്തു. അല്ലെങ്കിലും ഭഗവാന്റെ അവതാരം പകലല്ലാട്ടോ, രാത്രിയാണ്. അതുകൊണ്ട് വെയിലുണ്ടാവില്ലല്ലോ. പക്ഷേ മേഘങ്ങളുണ്ടായിരുന്നു. ആവൃണ്ണതി വിരുചേ കില വർഷവേലാം, ചെറുതായിരിക്കുന്ന ഒരു മഴയുടെ പൊടിച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആവൃണ്ണതി, ചെറിയ ഒരു വർഷത്തിൻ്റേതായിട്ടുള്ളൊരു സമയം അവിടെ സ്ഥിതി ചെയ്ത് ഉണ്ടായി. ഭഗവാൻ ഉണ്ടാക്കിയതാണോ എന്ന് വെച്ചാൽ ചെറുമഴ പെയ്തിരുന്നു, ശുഭലക്ഷണത്തിൻ്റെ സൂചനയായിട്ട്. ആനന്ദരൂപ ഭഗവൻ നൈദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണേ. പ്രാപ്തേ പ്രദീപ്ത ഭവതംഗ നിരീയമാണേ. ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സുന്ദരമായിട്ട് ഈ ലോകത്തിൽ 3 ലോകത്തിൽ 14 ലോകത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ ശരീരത്തിനെ
അപ്പോൾ കാന്തി പോലെ മേഘങ്ങൾ ഭംഗിയായിട്ട് ആകാശത്ത് വിളങ്ങിയിരുന്നു എന്ന് പറയുകയാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരാണ്. ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് സുന്ദരം, ഒന്നും കൂടി സൂപ്പർലേറ്റീവ് ഏതാ ചോദിച്ചാൽ ഭഗവാന്റെ ശരീരമാണ്. അപ്പം അത് ഭവതംഗ നിരീയമാണ്. അങ്ങയുടെ ശരീരകാന്തി പോലെ പ്രദീപ്തങ്ങളായ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ കാന്തി പ്രജേരിവ ഘനാഘനമണ്ഡലേത്യ ആവൃണ്ണുദീപിരുചേകില വർഷവേല. ഭഗവാന്റെ അവതാരം അല്ലേ വർണ്ണിക്കുമ്പോൾ തന്നെ ആനന്ദം ഉണ്ടാവുന്ന രീതിയിലുള്ള പദങ്ങളാണ് മേപ്പത്തൂർ പ്രയോഗിച്ചിരിക്കുന്നത്. ആശാസു ശീതളതരാസു പയോദതോയേ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാഗരോദയവിദോ നിശിമധ്യമായ ക്ലേശാപകർത്തൃജഗതാം ത്വമികാവിരാസീൻ പറയണ. പായോദതോയേ ആശാസു, പെയ്തതായിരിക്കുന്ന മഴവെള്ളം കൊണ്ട് ദിക്കുകളൊക്കെ കുളിർത്തു. ആ ചൂടുള്ള സമയത്ത് മഴ പെയ്താലാവൂ ആശ്വാസമായിട്ടോ ഈ മഴ, ചൂടിന് നല്ലൊരു ശമനം കിട്ടിയെന്ന് നമ്മളൊക്കെ പറയുമല്ലോ. ഇപ്പം പെയ്ത വെള്ളം കൊണ്ട് പയോദതോയേ, പെയ്തതായിരിക്കുന്ന വെള്ളം കൊണ്ട് പയോദം മഴ കിട്ടിയപ്പോൾ ആശാസു ശീതളതരാസു, എല്ലാവർക്കും തണുപ്പ് ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആശാസു ശീതളതരാസു പയോദതോയെ, മേഘങ്ങളിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള വെള്ളം, അതായത് മഴവെള്ളം എന്നാണ് പയോദതോയം, മഴവെള്ളം എന്നർത്ഥം. ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു പ്രവണ. ആശാസിതാപ്തി സജ്ജനങ്ങൾ ആശിച്ചത്, ചിരകാല അഭിലാഷം കൈവന്നത് കൊണ്ടുള്ള സന്തോഷം. ആർക്ക്? സജ്ജനേഷു, ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സന്തോഷം ഏക സജ്ജനങ്ങൾക്കാണ് അല്ലേ. അല്ലാത്തവർക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചാൽ അവരുടെ ചീത്ത പദ്ധതികളൊക്കെ ഭഗവാൻ അവസാനിപ്പിക്കും. നല്ല കാര്യങ്ങൾ കേട്ടാൽ നല്ലവർക്കേ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലാത്തവർക്ക് ഇതൊക്കെ പാടെ ബുദ്ധിമുട്ടാവുമോ, തങ്ങളുടെ ചീത്ത പദ്ധതി നടപ്പാക്കുന്നതിൽ ഇവൻ തടസ്സം നിൽക്കുമോ എന്ന ഭയവും കംസജരാസന്ധാദികൾക്ക് ഉണ്ടാവുക എന്നാണ്. സന്തോഷമല്ല. അപ്പോൾ ഭഗവാന്റെ അവതാരം ഉണ്ടായപ്പോൾ കംസന് ഭയവും ആശങ്കകളും ഉണ്ടായി. അത് നല്ലോണം പറയുന്നുണ്ട് ഭാഗവത്തിൽ. രാത്രി ഉറക്കല്ല, ദുസ്വപ്നങ്ങൾ കാണുക, ചാണാക്കുഴിയിൽ വീഴ, മരണലക്ഷണങ്ങളാണത്രേ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സജ്ജനേഷു. ഭഗവാന്റെ അവതാരത്തോട്ട് സന്തോഷം ഉണ്ടായത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ സജ്ജനങ്ങൾക്കും മഹർഷിമാർക്കും ഭക്തന്മാർക്കും നല്ലൊരു അനുഭവം ഉണ്ടായി. നല്ലൊരു കാര്യമാണ് ഇവിടെ ലോകത്തിൽ വരാൻ പോകുന്നത്. ഇനിയുള്ള കാലം സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ടും ദുർജനങ്ങളുടെ ശിക്ഷയ്ക്കായിട്ടും ആണ്. അതാണ് സജ്ജനേഷു ആശാസ്ഥിതാപ്തി വിവശേഷു ച, സജ്ജനങ്ങൾക്ക് ആനന്ദത്തെ കൊടുത്തുകൊണ്ടും. പിന്നെയോ മധ്യമായാം നിശീമധ്യമായ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതി, നേരെ അർദ്ധരാത്രി 12 മണി സമയത്താണ് അത്രേ ഭഗവാന്റെ അവതാരം ഉണ്ടായത്. മധ്യമായാം നിശി ഏതുപോലെ ഉപമ നൈശാകരോദയ വിധോ, ചന്ദ്രൻ ഉദിച്ചതായിട്ടുള്ള സമയത്ത് എന്നും ആവാം. ചന്ദ്രൻ ഉദിച്ചതുപോലെ വിധൗ എന്ന് പറയുമ്പോൾ അവിടെ ഉപമയാണ് ശരിക്ക്. ചന്ദ്രൻ ഉദിച്ച സമയത്ത് എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. വിധൗ എന്ന് പറയുമ്പോൾ ഉപമയാണെന്നാണ് ചിലരുടെ അഭിപ്രായം. നൈശാകരോദയ വിധോ നിശിമധ്യമായാം നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം. കണ്ടോ, ദിശേന്ദുരിവ പുഷ്കല ഭാഗവത്തിലെ ആവിരാസീത് ആവിർഭവിച്ചു. ദിശേന്ദു ഇവ എന്നാണ്. ചന്ദ്രൻ ഉദിച്ചതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല സുഖമാണ്. രാത്രി ചന്ദ്രൻ ഉദിച്ച ഒരു പ്രത്യേക സുഖവും ഉണ്ടാവും അല്ലേ. ഊരിട്ടുള്ള രാത്രിയേക്കാൾ ഏതാ സുഖം ഉണ്ടാവുക? നല്ല ചന്ദ്രൻ ഉദിച്ച് വരുന്ന രാത്രി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ചൂടുണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ ചന്ദ്രൻ ഉദിച്ചുള്ളൊരു പ്രത്യേകത. അപ്പോൾ അവിടെ ദിശീന്ദുരീവ, ചന്ദ്രൻ ഉദിച്ച പോലെ, ഇവിടെയും വിധൗ പോലെ. നൈശാകരോദയ വിധൗ നിശിമധ്യമായാം, രാത്രിയുടെ പകുതിയിൽ ചന്ദ്രൻ ഉദിച്ചതുപോലെ ത്വം ഇഹ ആവിരാസീത്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ മഹത്തായ ആവിർഭാവം ഉണ്ടായല്ലോ. എങ്ങനെയാണ് ഭഗവാന്റെ അവതാരം? ക്ലേശാപകസ്ത്രിജഗതാം, 3 ലോകത്തിൻ്റെ ക്ലേശങ്ങളില്ലാണ്ടാക്കണ അവതാരം.
3 ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകവും കൂടി അടങ്ങിയതാണ്. പിന്നെ 3 ലോകം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ താഴോട്ടുള്ള 7 ലോകം ഒരു ഗ്രൂപ്പാക്കി, മേപ്പെട്ടുള്ള 6 ലോകം ഒരു ഗ്രൂപ്പാക്കി. ഇപ്പോൾ 7, 6, 13 അല്ലേ. ഭൂമി നടുവിൽ, അങ്ങനെയാണ് 3 ലോകമാകും. അപ്പോൾ 14 ലോകം തന്നെ, 2 സംഗതി ഒന്ന് തന്നെയാണ്. ത്രിലോകം എന്ന് പറഞ്ഞാൽ 14 ലോകം എന്ന് പറഞ്ഞാൽ ഒരേ സംഗതിയാണ്. കീഴ്പ്പെട്ടുള്ള 7, മേപ്പെട്ടുള്ള 6, നടുവിലത്തെ ഭൂലോകവും ചേർത്ത് 3 ലോകം എന്ന് പറയാം. ത്രിലോകത്തിൽ അതുതന്നെയാണ് 14 ലോകം. 2 ക്ലാസിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. ക്ലേശാപകസ്ത്രിജഗതാം ത്വം ഇഹാവിരാസീത്. അങ്ങനെ ഭഗവാനെ ഗുരുവായൂരപ്പ എല്ലാവരുടെ ദുഃഖത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങ് അവതരിച്ചുവല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ചുള്ള സ്വരൂപ വർണ്ണന, ഭഗവാന്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ഭംഗി, ആഭരണങ്ങൾ, ഇതെല്ലാം വർണ്ണിക്കുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.